അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പല പള്ളികളിലും ജുമാ ഖുതുബക്ക് മുമ്പ് ഒരു പ്രസംഗമുണ്ട്. അങ്ങനെ ഒരു പ്രസംഗം അത് മിമ്പറിൽ കയറിയോ അല്ലെങ്കിൽ മിമ്പറിന് താഴെ നിന്നോ ഒക്കെ പ്രസംഗിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾക്ക് ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലമുണ്ടോ? ജുമാ നമസ്കാരത്തിന് മുമ്പ് ഈ രൂപത്തിലുള്ള ഒരു പ്രഭാഷണം നമ്മളൊക്കെ കേട്ടിരിക്കുന്നത് ഖുതുബയുടെ ഒരു രണ്ട് പ്രഭാഷണമാണ്, രണ്ട് ഖുതുബയാണ്. എന്നാൽ ഈ ഖുതുബയുടെ രണ്ട് ഖുതുബകൾക്ക് മുമ്പ്, ഈ ജുമായുടെ രണ്ട് ഖുതുബകൾക്ക് മുമ്പ് മറ്റൊരു ഖുതുബ നടത്തുന്നതിന് പ്രമാണമുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജുമാ ഖുതുബയുടെ മുമ്പ് ഒരു ഹൽക്ക കൂടി ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു ഖുതുബ നടത്തുന്നതിന് ഇസ്ലാമിക പ്രമാണങ്ങൾ പിൻബലമില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്ന് പറഞ്ഞാൽ ഖുതുബത്താനി, രണ്ട് ഖുതുബയായിരുന്നു. യജ്ലിസു ബൈനഹുമാ, രണ്ട് ഖുതുബകൾക്കിടയിൽ പ്രവാചകൻ ഇരുന്നിരുന്നു എന്നത് മാത്രമാണ് ഹദീസിൽ സ്ഥിരപ്പെട്ടത്. അതുകൊണ്ട് നമ്മളൊക്കെ രണ്ട് ഖുതുബയാണ് നിർവഹിക്കാറുള്ളത്. എന്നാൽ ഈ രണ്ട് ഖുതുബ അറബിയിലും ജനങ്ങൾക്ക് മനസ്സിലാകാത്ത രൂപത്തിലൊക്കെ ചില ആളുകൾ ചെയ്യാറുണ്ട്. അറബി മാത്രം പറയുക. മലയാളികളായ ആളുകൾക്ക് എന്താണ് എന്ന് പലപ്പോഴും സാധാരണക്കാർക്ക് അത് മനസ്സിലാവാറില്ല. അങ്ങനെ വരുമ്പോൾ അതിന് പരിഹാരമായിട്ടാണ് ഖുതുബക്ക് മുമ്പ് വേറെ ഖുതുബ നടത്തുന്നത്. ഇത് ശരിയല്ല. കാരണം ഹദീസുകൾ കൃത്യമായി കാണാൻ കഴിയും. അൻ അംർ ബിൻ ശുഐബ് റളിയല്ലാഹു അൻഹു നിന്നിരിക്കുന്ന ഹദീസുണ്ട്. അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹ, പ്രവാചകൻ വിരോധിച്ച ഒരു കാര്യമാണ് അനി തഹല്ലുഖി യൗമൽ ജുമുഅത്തി ഖബ്ല സ്വലാ, നിസ്കാരത്തിന് മുമ്പ്, വെള്ളിയാഴ്ച നിസ്കാരത്തിന് മുമ്പ് ഒരു ഹൽക്ക കൂടിയിട്ട് അവിടെ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രവാചകൻ വിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ജുമാ ഖുതുബക്ക് ആളുകൾ കൂടി അവിടെ ഒരു നമസ്കാരത്തിന് മുമ്പ് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അവിടെ ഒരു ദർസ്, അത് പ്രവാചകൻ ഇഷ്ടപ്പെടാത്ത, വിരോധിച്ച കാര്യമാണ്. മസ്ജിദ്, പള്ളിയിൽ കച്ചവടം നടത്തലും വിൽക്കൽ വാങ്ങൽ നടത്തലും പ്രവാചകൻ വിരോധിച്ച കാര്യമാണ്. അപ്പൊ ജുമാ ഖുതുബക്ക് മുമ്പായിട്ട് മറ്റൊരു ഖുതുബ പ്രവാചക ശൈലിയിലോ പ്രവാചക മാതൃകയിലോ ഇല്ല എന്ന് കൃത്യമായി ഹദീസിൽ കാണാൻ കഴിയും. അതേപോലെ യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ഖബല സ്വലാ, നിസ്കാരത്തിന് മുമ്പായി ഒരു ഹൽക്ക കൂടുന്നതും പ്രവാചകൻ വിരോധിച്ചിട്ടുണ്ട്. ഹൽക്ക എന്ന് പറഞ്ഞാൽ ഒരു ആൾക്കൂട്ടുണ്ടാക്കുക എന്ന രൂപത്തിൽ, അത് ആളുകൾ കൂടി വട്ടം ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ, അത് പ്രവാചകൻ വിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ജുമാ ഖുതുബക്ക് മുമ്പ് മറ്റൊരു ഖുതുബ ഇല്ല എന്നുള്ളതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയം. ഇനി നമ്മൾ ഖുതുബ നടത്തുമ്പോൾ ജനങ്ങൾക്കത് അറബിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അറബിയിൽ ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ശൈലിയിലും മനസ്സിലാകുന്ന രൂപത്തിലും മനസ്സിലാകുന്ന ഭാഷയിലുമാക്കുക. ഇതൊക്കെയാണല്ലോ ഷാഫിഈ ഫിഖിലെ ചർച്ചകളിൽ പോലും നമുക്ക് എത്താൻ കഴിയുന്നത്. അറബിയിൽ ചെയ്യേണ്ടത് അറബിയിൽ ചെയ്യണം, അതിൽ ആർക്കും തർക്കമുള്ള കാര്യമല്ല. എന്നാൽ ബാക്കിയുള്ള ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതായ ഭാഗങ്ങൾ അത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുമാണല്ലോ നമ്മൾ പറയുക. അത് ഖുർആനും ഹദീസും പറയുന്നതോടൊപ്പം, അത് അറബിയിൽ തന്നെ ഉച്ചരിക്കുന്നതോടൊപ്പം അതിൻ്റെതായ ആശയങ്ങൾ പറയുന്നതിൽ, ജുമാ ഖുതുബക്കിടയിൽ പറയുന്നതിൽ ഒരു വിരോധവും ഇല്ല. കാരണം ഖുതുബ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്, മനസ്സിലാകേണ്ട വിഷയമാണ്. അങ്ങനെയാണ് ഇത് അനൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാ എന്ന ആയത്തിനെ വിശദീകരിച്ച് പണ്ഡിതന്മാരെ പറയുന്നത് മൗഇദത്തുൽ ഇമാം, ഇമാമിന്റെ ഉപദേശമാകണം, അത് മഫ്ഹൂമത്താവണം, ജനങ്ങൾക്ക് മനസ്സിലാകുന്നതാവണം എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.